ഗായ്സ്, ലാസ്റ്റ് വ്ളോഗിൽ ഞാൻ റിവീൽ ചെയ്യാണ്ട് വെച്ച എന്റെ ആ സ്പെഷ്യൽ ഡേ എന്താന്നുള്ളത് ഞാൻ ഈ വ്ളോഗിൽ റിവീൽ ചെയ്യാൻ പോവാണ്. എന്റെ ഫേവറേറ്റ് പേഴ്സൺ തന്ന ആ ബർത്ത്ഡേ ഗിഫ്റ്റ് വിട്ടിട്ട് നല്ലൊരു ഫോട്ടോ എടുത്തില്ലല്ലോ അമ്മു എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് നല്ല ഡ്രസ്സ് ഇവർ തന്ത്രപരമായിട്ട് ഇടിപ്പിച്ചു. എന്റെ ഈ ഫേവറേറ്റ് പേഴ്സൺ ആരാന്നും ഈ ഫ്രെയിമിന്റെ പിന്നിലെ കഥകൾ എന്തൊക്കെയാന്ന് അറിയണം നിങ്ങൾക്ക് നല്ല താല്പര്യം ഉണ്ടാവും എനിക്കറിയാം. സോ എന്നെ ഫോളോ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ടേക്ക് ഈ കഥകളൊക്കെ പിന്നാലെ വരുന്നതായിരിക്കും. ആളിൽ നിന്ന വെളിച്ചം കുറവ് റൂമിൽ വന്നിട്ട് നമുക്ക് ഫോട്ടോ എടുത്താലോ ഒന്ന് ഇങ്ങോട്ട് വാ അമ്മു എന്ന് പറഞ്ഞു റൂമിലേക്ക് ഞാനങ്ങ് കയറിയപ്പോ സത്യം പറയാലോ ഗൈസ്, ഞാനങ്ങ് എന്താ പറയാ കരയണോ അതോ ചിരിക്കണോ, സന്തോഷത്തിന്റെ അറ്റ് പീക്ക് എന്നൊക്കെ പറയുന്ന പോലെയായിരുന്നു ഞാൻ. കാരണം വെച്ചാൽ എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് എന്റെ ബർത്ത്ഡേ കൃത്യം 12 മണിക്ക് കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കുന്നത്. കേക്കും പിന്നെ എന്റെ ആ ഫേവറേറ്റ് പേഴ്സൺ തന്ന ഗിഫ്റ്റും കണ്ട് ഞാൻ ഞെട്ടിരിക്കുമാണ് ഗൈസ് എന്റെ കയ്യിലേക്ക് അടുത്തൊരു ഗിഫ്റ്റ് വരുന്നത്. എന്റെ ചേച്ചിമാര്, എന്റെ റൂംമേറ്റ്സ് എനിക്ക് തന്നൊരു ഗിഫ്റ്റ്. എന്റെ ഈ ബർത്ത്ഡേ ഞാൻ ഒരിക്കലും മറക്കില്ല. കാരണം ഈ ഇതുപോലെ ഒരു മറക്കാൻ പറ്റാത്ത മൊമെന്റ് എനിക്ക് തന്ന എന്റെ ആ ഫേവറേറ്റ് പേഴ്സണും അതുപോലെ എന്റെ റൂംമേറ്റ്സ് ആയ മുബാഡി, അർഷി, അൻഷിഫ താത്ത, ഫിദത്താത്ത, സ്മൃതി ചേച്ചി, നന്ദനേച്ചി എല്ലാവർക്കും 1000 താങ്ക്സ്. അങ്ങനെ രാവിലെ തന്നെ എണീച്ച് കുളിച്ച് സുന്ദരിയെ നേരെ അമ്പലത്തിലേക്ക് വിട്ടു. മടപ്പള്ളി അടുത്ത് തന്നെ ഒരു ചെറിയ അമ്പലം ഉണ്ട്, അവിടേക്കാണ് ഞാൻ പോയത്. തൊഴുത് കുറിയും കൂടെ തൊട്ടപ്പോ ഞാൻ കുറച്ചുകൂടി സുന്ദരി. അപ്പൊ ഗൈസ്, ഞാനൊരു കാര്യം കൂടി ചോദിക്കട്ടെ, നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണോ? എന്റെ വ്ളോഗൊക്കെ നിങ്ങൾ കാണാറുണ്ടോ? വെയിറ്റ് ചെയ്യാറുണ്ടോ? ഒന്ന് കമന്റ് പറയണേ. നമ്മളൊരു പശുവിനെ കണ്ടു, പൂശുവിനെ കണ്ടു. പൂശു പിന്നെ എന്റെ വ്ളോഗിൽ ഒരു പ്രധാന വ്യക്തിയായതുകൊണ്ട് എപ്പോഴും കാണാൻ പറ്റുമല്ലോ. പിന്നെ ഞാൻ നേരെ ബീച്ചിൽ പോയിട്ട് ട്രാൻസാക്ഷൻ വീഡിയോ എടുത്താൽ എന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ചെയ്തിട്ട് കാണാൻ മറക്കല്ലേ. അങ്ങനെ കോളേജിൽ പോയി പിന്നെ ഓണത്തിനേക്കുള്ള ട്രാൻസാക്ഷൻ എടുത്ത്. അപ്പൊ ഇനി ഓണം വ്ളോഗ് അടുത്ത് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ. ഓക്കെ, ബൈ.